ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഓൺലൈൻ ക്ലാസ് റൂം. ഇന്ന് ഒരു നോട്ടിഫിക്കേഷൻ, ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. CUET UG പരീക്ഷ, അതിന് ഡേറ്റുകൾ 11-ാം തീയതി മെയ് 11 മുതൽ 31 വരെയായിട്ട് ഇന്ത്യയിലെ അതുപോലെ 15 വിദേശ നഗരങ്ങളിലുമായിട്ട് നടക്കുകയാണ്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് CUET UGയുടേത് അല്ലേ, 2026 പരീക്ഷയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് +2 പഠനം പൂർത്തിയാക്കിയ CBSE, കേരള, ICSE ഈ ബോർഡുകളിൽ നിന്നൊക്കെ +2 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ്. രാജ്യത്തെ വളരെ പ്രമുഖമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ടെസ്റ്റ്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി. ഇനി 11 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ സ്പെല്ലുകളിലായിട്ട്, വിവിധ ഷെഡ്യൂളുകളിലായിട്ടാണ് രാജ്യത്ത് ടെസ്റ്റുകൾ നടക്കുന്നത്, കേരളത്തിലും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് അറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില ചട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പരീക്ഷാ ഏജൻസി ആയിട്ടുള്ള, ദേശീയ പരീക്ഷാ ഏജൻസി ആയിട്ടുള്ള NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, അവരാണല്ലോ ഈ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് നടക്കുന്ന നിങ്ങളുടെ സെൻറ്ററുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ പ്രത്യേകമായിട്ടും ഒരു തയ്യാറെടുപ്പുകൾ ഉണ്ടായിരിക്കണം. അത് ഏതൊക്കെ രീതിയിലെന്ന് ചോദിക്കും. പരീക്ഷാ സെൻറ്ററിനകത്തേക്ക് കയറുന്നതിൽ അതിന് നിങ്ങൾക്ക് കാലതാമസം നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് അത് പരീക്ഷയുടെ ആ ഒരു പെർഫോമൻസിനെ ബാധിക്കുന്ന തരത്തിലേക്ക് വരും. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ചട്ടങ്ങളും നിയമാവലികളും എന്നുള്ളതും കൂടി നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് തയ്യാറായി വേണം പരീക്ഷയ്ക്ക് എത്തിച്ചേരാൻ. അപ്പോൾ NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളിൽ പ്രധാനമായും പറയുന്നത് വസ്ത്രധാരണത്തെക്കുറിച്ചാണ്. വസ്ത്രധാരണം എന്നുള്ളതിൽ അവർ പ്രിഫർ ചെയ്യുന്നത് ലൈറ്റ് വസ്ത്രങ്ങൾ, അതായത് കുറച്ചുകൂടി ഈ ഡാർക്ക് ഷെയ്ഡിലുള്ള വസ്ത്രങ്ങളെക്കാൾ ലൈറ്റ് ഷെയ്ഡ് വസ്ത്രങ്ങളാണ് അഭികാമ്യം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും മാൽ പ്രാക്ടീസിങ് പോലെയുള്ളതിനൊക്കെ ഒരു പരിധിവരെ ചെറുത്ത് നിർത്തുന്നത്. കാരണം വിദ്യാർത്ഥികൾ ഓരോരുത്തരും വളരെ വിജിലൻ്റായാണ് അവർ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അർഹിക്കുന്ന തരത്തിൽ അതിൽ യാതൊരുവിധ മാൽ പ്രാക്ടീസും ഇല്ലാതെ ആ പരീക്ഷ നടക്കണം. അതിനുവേണ്ടിയുള്ളൊരു മുന്നൊരുക്കമാണ്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് വസ്ത്രങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യാൻ വേണ്ടി പറയുന്നു. അതോടൊപ്പം വേനലാണ്, പല പ്രദേശങ്ങളിലും അതിശക്തമായിട്ടുള്ള ചൂടും മറ്റും ഒക്കെ അനുഭവപ്പെടുമ്പോൾ കുടിവെള്ളം കയ്യിൽ കരുതാം. പക്ഷേ അതൊരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിലായിരിക്കണം. സ്റ്റിക്കറുകളുള്ളതോ അല്ലെങ്കിൽ കളർഫുള്ളായിട്ടുള്ളതോ അല്ലാതെ ട്രാൻസ്പെറൻറ്റ് ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോകാം എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ മതചിഹ്നങ്ങളായിട്ടുള്ള ശിരോവസ്ത്രങ്ങളോ അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന ബാൻഡുകളോ അങ്ങനെ പറയുന്നതൊക്കെ അതിനെല്ലാം ഒരു സുതാര്യത അത് ഉറപ്പുവരുത്തുന്നുണ്ട്. നിങ്ങൾ പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ അതെല്ലാം പരിശോധിച്ച് അതിന് റിമൂവ് ചെയ്യേണ്ടതൊക്കെ റിമൂവ് ചെയ്ത് എക്സാം ഹാളിലേക്ക് കയറ്റും. അതുപോലെ ചെരുപ്പും ഷൂവും ഒക്കെ പരമാവധി സ്ലിപ്പർ, അത്തരത്തിലുള്ള ചെരുപ്പുകൾ, കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹീലുള്ളതോ അല്ലെങ്കിൽ ഷൂവോ അല്ലെങ്കിൽ അതുപോലെ പറയുന്ന മറ്റുള്ള പാദരക്ഷകളൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ലിപ്പർ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാണ് നിങ്ങൾ ധരിക്കാൻ ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്ത് നിങ്ങൾക്ക് അകത്ത് കടക്കാൻ സാധിക്കുന്നതാണ്. ഏതായിരുന്നാലും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നല്ലതുപോലെ തയ്യാറെടുപ്പുകൾ നടത്തിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ കോമൺ ടെസ്റ്റ്, ഈ UG ടെസ്റ്റിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തി പ്രമുഖമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നടത്തുന്നതിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. അവരോടാണ് ഏറ്റുമുട്ടുന്നത്. ഓരോരുത്തരും ഓരോ സ്കോറും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, ഏറ്റവും രാജ്യത്തെ ലീഡിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ പ്രിഫർ ചെയ്യുന്ന കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ളൊരു സ്കോർ നേടിയെടുക്കാൻ സാധിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും. CUET ടെസ്റ്റ് എഴുതുന്ന മുഴുവൻ കാൻഡിഡേറ്റ്സിനും ഓൺലൈൻ ക്ലാസ് റൂം
ഒരു വിജയാശംസകൾ നേരുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ പഠിക്കാനും അത് വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കരിയറിൽ ഏറ്റവും തിളക്കമാർന്ന രീതിയിൽ അതിലേക്ക് എത്തിച്ചേരാനും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഓൺലൈൻ ക്ലാസ് റൂം നേരുന്നു. ഓക്കെ, ബൈ.